ഹലോ, എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മോക്ക് ടെസ്റ്റൊക്കെ എഴുതി മാർക്ക് ഇൻക്രീസൊക്കെ ചെയ്യുന്നില്ലേ? ആരും വിഷമിക്കേണ്ട, ടെൻഷനൊന്നും അടിക്കേണ്ട, കൂളായിരിക്കുക. എന്തായാലും നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് ആ മാർക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഞാൻ ഫസ്റ്റ് തന്നെ ലിവിങ് വേൾഡാണ് പഠിച്ചത്. ലിവിങ് വേൾഡ് പഠിച്ചു. അതിനുശേഷം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇനിയിപ്പം നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം കഴിയുന്നത് പഠിക്കുക, ടെൻഷനൊന്നും അടിച്ച് വെറുതെ അയ്യോ ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എന്നോർത്ത് പഠിക്കാതെ ഇരിക്കാതിരിക്കുക. ആ സമയം കൂടി ഇരുന്ന് പഠിക്കുക. അത് കഴിഞ്ഞ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറെ ലൈവ് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തു. ലൈവ് അല്ലായിരുന്നു, അന്ന് എനിക്ക് എക്സാമിലുള്ളതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ കണ്ടത്. അതിൻ്റെ ഇടയിൽ അമ്മ എനിക്കൊരു പപ്പായൊക്കെ മുറിച്ചുകൊണ്ട് തന്നു. അങ്ങനെ ലൈവിൽ 1 ഡയമെൻഷൻ മോഷൻ കണ്ടു. എന്നിട്ട് മൈൻഡ് മാപ്പ് വെച്ച് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ചെയ്തു. അതേപോലെ DPP ഉണ്ടായിരുന്നു. അതുകൊണ്ട് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയും സൊല്യൂഷനും അങ്ങനെ വർക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പ്ലാൻകിൻ്റാണ് എടുത്തത്. പ്ലാൻകിൻ്റെ എടുത്തു. അതിൻ്റെ ഇടയിലൊന്ന് പോയി ഫ്രഷായി അതിൻ്റെ ഡയഗ്രാംസൊക്കെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് സെക്ഷൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എടുത്തു. അതിൽ ഞാൻ ബയോളജി നോട്ട്സ് വെച്ചാണ് കോക്രോച്ചിൻ്റെ അനാട്ടമി മോർഫോളജിയും പഠിച്ചത്. ഫ്രോഗ് ടെസ്റ്റ് വെച്ചിട്ടും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് എടുത്തു. അതിൽ ഇപ്പം പുതുതായിട്ട് ഫാമിലീസ് ഇൻക്ലൂഡ് ചെയ്ത് സെപ്പറേറ്റ് നോട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ വായിച്ചു. അതിനുശേഷം മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ വായിച്ചു. അപ്പോൾ ശരി ഗൈസ്, ബൈ.